ഞാനിതാ അന്ന മൗലവിന്റെ, ഞാൻ ഇന്ന് പ്രാസംഗികന്റെ, ഇന്ന് സെലഫിന്റെ, ഇന്ന് മദനിന്റെ, ഇന്ന് സലായിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാനിതാ ജിന്നിനോട് തേടുന്നത് ശിർക്കല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരു മുജാഹിദിനെ കൊണ്ടുക. ശിർക്കാകുന്ന ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ ഭൗതികമായ കാര്യം തന്നെ ഒരാൾ പറഞ്ഞിട്ട് ജിന്നെ നിന്റെ കൈവിൽപ്പെട്ട ഇന്ന കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാ അത് ശിർക്കാണ്. ഗായിബായ ഒരു ജിന്നിനോടാ ചോദിക്കുന്നത്. ഹാളിറായ നമ്മുടെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ടെന്ന് ബോധ്യപ്പെട്ട വിചാരിക്കുന്ന അതിനെക്കുറിച്ച് മാത്രമാണ് യഥാർത്ഥത്തിൽ തർക്കം. ഞാനിതാ അന്ന മൗലവിന്റെ, ഞാൻ ഇന്ന് പ്രാസംഗികന്റെ, ഇന്ന് സെലഫിന്റെ, ഇന്ന് മദനിന്റെ, ഇന്ന് സലായിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാനിതാ ജിന്നിനോട് തേടുന്നത് ശിർക്കല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരു മുജാഹിദിനെ കൊണ്ടുക. അതേ സമയത്ത് ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്നോ മലക്കോ കേട്ടിട്ട് അതിന്റെ കൈവിൽപ്പെട്ട എന്തെങ്കിലും കാര്യമാണ് ചോദിക്കണമെങ്കിൽ അത് ശിർക്കല്ല. ഞാനിതാ അന്ന മൗലവിന്റെ, ഞാൻ ഇന്ന് പ്രാസംഗികന്റെ, ഇന്ന് സെലഫിന്റെ, ഇന്ന് മദനിന്റെ, ഇന്ന് സലായിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാനിതാ ജിന്നിനോട് തേടുന്നത് ശിർക്കല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരു മുജാഹിദിനെ കൊണ്ടുക. മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ഷിർക്കായതും വസിയത്തു ഷിർക്കായവയും ഉണ്ട്. അതിനാൽ എല്ലാം ഹറാമാകുന്നു. ഞാനിതാ അന്ന മൗലവിന്റെ, ഞാൻ ഇന്ന് പ്രാസംഗികന്റെ, ഇന്ന് സെലഫിന്റെ, ഇന്ന് മദനിന്റെ, ഇന്ന് സലായിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാനിതാ ജിന്നിനോട് തേടുന്നത് ശിർക്കല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരു മുജാഹിദിനെ കൊണ്ടുക. ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്ന് ഉണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ ആ വിളിവുണ്ടായാലും ഇസ്ലാമിന്ന് പുറത്തു പോകൂല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഹറാമ് ചെയ്തു, വസീലയിലെ ശിർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം എന്താ, ഇവിടെ എന്റെ ഒച്ച കേൾക്കുന്നത് ഇപ്പരിധിയിലുണ്ട് എന്നാണ് അയാളെ മനസ്സിലുള്ളത്. അപ്പോ മനസ്സിൽ അഖസാകായത്തിൽ ഖുദൂഅ് വരുന്നില്ല. ഞാനിതാ അന്ന മൗലവിന്റെ, ഞാൻ ഇന്ന് പ്രാസംഗികന്റെ, ഇന്ന് സെലഫിന്റെ, ഇന്ന് മദനിന്റെ, ഇന്ന് സലായിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാനിതാ ജിന്നിനോട് തേടുന്നത് ശിർക്കല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരു മുജാഹിദിനെ കൊണ്ടുക. ചോദിക്കുന്നത് ഏത് മലക്കല്ലേ ഏൽപ്പിച്ച് നമ്മൾ ആ ചോദിക്കുന്നോണ്ട് അത് വെറുതെ. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇപ്പൊ റക്കീബ് അസീദിനോട് ചോദിച്ചാവോ അല്ല അനുവദനീയമാവോ? ഏൽപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ അറിയില്ല ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മരുഭൂമിയിലെത്തിയാൽ റക്കീബിനോട് ഞാൻ സഹായം ചോദിച്ചു എന്ന് കൂട്ടിക്കാം. റക്കീബ് അസീദിനോട് ചെറുക്ക് വരുന്നില്ല. അതാണ് എനിക്ക് അറിയേണ്ടത്. അത് അവരോട് അതായത് റക്കീബ് അസീദിനോട് ചോദിച്ചാൽ ചെറുക്ക് വരുന്നില്ല ധൈര്യത്തിൽ പറഞ്ഞൂടെ? പറയാം, പക്ഷെ എന്തില്ല, ചോദ്യത്തിനൊരു തെളിവില്ല. റക്കീബ് അസീദിനോട് ചോദിച്ചാൽ ചെറുക്ക് വരുന്നില്ല ധൈര്യത്തിൽ പറഞ്ഞൂടെ? പറയാം, പക്ഷെ എന്തില്ല, ചോദ്യത്തിനൊരു തെളിവില്ല. ഞാനിതാ അന്ന മൗലവിന്റെ, ഞാൻ ഇന്ന് പ്രാസംഗികന്റെ, ഇന്ന് സെലഫിന്റെ, ഇന്ന് മദനിന്റെ, ഇന്ന് സലായിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാനിതാ ജിന്നിനോട് തേടുന്നത് ശിർക്കല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരു മുജാഹിദിനെ കൊണ്ടുക. ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാകുന്നതുണ്ട്. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യം ചോദിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, സഹായം തേടിയാൽ അത് ശിർക്കാണ്. ഞാനിതാ അന്ന മൗലവിന്റെ, ഞാൻ ഇന്ന് പ്രാസംഗികന്റെ, ഇന്ന് സെലഫിന്റെ, ഇന്ന് മദനിന്റെ, ഇന്ന് സലായിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാനിതാ ജിന്നിനോട് തേടുന്നത് ശിർക്കല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരു മുജാഹിദിനെ കൊണ്ടുക. ശിർക്കാകാത്ത ഒരു കാര്യം ശിർക്കാണെന്ന് നമ്മൾക്ക് പറഞ്ഞുകൂടാത്തതാണ്. കണ്ണിൽ കാണുന്നില്ല എന്നതുകൊണ്ട് മാത്രം അത് ശിർക്കാവുകയില്ല. അവരുടെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മനസ്സിൽ പ്രാർത്ഥനാഭാവം വരുന്നില്ല, അഭൗതികത വരുന്നില്ല. ഞാനിതാ അന്ന മൗലവിന്റെ, ഞാൻ ഇന്ന് പ്രാസംഗികന്റെ, ഇന്ന് സെലഫിന്റെ, ഇന്ന് മദനിന്റെ, ഇന്ന് സലായിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാനിതാ ജിന്നിനോട് തേടുന്നത് ശിർക്കല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരു മുജാഹിദിനെ കൊണ്ടുക. ഇനി അതൊരു ജിന്നാവട്ടെ എന്ന നിലക്ക് തന്നെ ഈ വണ്ടി, ഈ ആയിരുന്ന വണ്ടി ഒന്ന് അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ഒന്ന് പൊന്തിച്ച് വെച്ചുകൊണ്ട് എന്നെ സഹായിക്കുമോ? ഇതൊന്ന് പൊന്തിച്ച്, ഭൗതികമായ സഹായം, ഈ വണ്ടി വന്ന് എന്റെ കൂടെ ഒന്ന് പൊന്തിച്ചു തരാൻ, ഇത് ശിർക്കാണോ? നിങ്ങൾ വിശദീകരിക്കൂ. അത് ജിന്നാവട്ടെ, അതല്ലാത്ത മറ്റേതെങ്കിലും ഒരു അള്ളാഹുവിന്റെ ഒരു അടിമയാവട്ടെ, അഭൗതികമായ രീതിയിൽ ഇവിടെ വന്നുകൊണ്ട് ഈ വാഹനം പൊക്കിക്കൊണ്ട് എന്റെ കൂടെ ഒന്ന് എന്നെ സഹായിച്ചു തരണം എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ എന്റെ സംസാരം കേൾക്കുന്ന, പരിധിയിലുള്ള എന്റെ സംസാരം കേൾക്കുന്ന മുസ്ലിമായ മുവഹിദായ അല്ലാഹുവിന്റെ അടിമകളെ,
എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ? അതാണ് എന്റെ ഉദാഹരണം.